ഹലോ, ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഞാൻ പഠിപ്പിച്ച സ്റ്റുഡന്റ് ബ്രില്യന്റ് ഒന്നും അല്ലേനി, പക്ഷെ അവർക്ക് 10th എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് കിട്ടി. എങ്ങനെയാന്നല്ലേ ഞാൻ വീഡിയോ പറഞ്ഞുതരാം. നേരെ വീഡിയോയിലേക്ക് പോയി. അപ്പൊ എങ്ങനെ മാർക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് അവന് ഈ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ കൊറോണയുടെ ടൈമായിരുന്നു. അപ്പൊ അവന് പഠിക്കുന്ന സമയത്ത് അവന് എന്തായിരിക്കും എല്ലാ വിഷയത്തിലും മാർക്ക് കുറവാണ്. അപ്പൊ 80-ല് 20, 25, 30 അതൊക്കെ മാക്സിമം മാർക്ക് പോവുക. അപ്പൊ അവന്റെ പേരൻസ് എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, എന്റെ മോനെ എങ്ങനെങ്കിലും നിങ്ങളൊക്കെ ജയിപ്പിച്ച് തരണം എന്ന് പറയും. അവർക്ക് എന്തായാലും ഗവൺമെന്റ് സ്കൂൾ കിട്ടൂല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ എങ്ങനെങ്കിലും എന്റെ മോനെ പാസ്സാക്കി തന്നാൽ ഞാൻ പ്രൈവറ്റ് പഠിപ്പിച്ചോളാം. അപ്പൊ ഞാൻ നമ്മളെ പേരൻസിനോട് പറഞ്ഞു, ഷുവർ നിങ്ങളെ മോനെ നല്ല അടിപൊളി പഠിപ്പിച്ചു തരാം, എന്നാലും ഒരു കൊല്ലം ഉണ്ടല്ലോ, ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ആ കുട്ടിക്ക് എടുത്തിട്ട് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അതിന് ആ കുട്ടിക്ക് വീക്ക് പോയിന്റുകൾ മനസ്സിലാക്കേണ്ടേ. ആ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഒരു ദിവസം എത്ര പഠിക്കണം എന്നുള്ള ഒരു സ്ട്രക്ചറും ഇല്ല. അപ്പൊ കുട്ടിന്റെ ഇഷ്യൂ മനസ്സിലായല്ലോ, അവിടെയാണ് കുട്ടിന്റെ ഇഷ്യൂ. അപ്പൊ ഞാൻ കുട്ടിന്റെ അടുത്ത് ഇരുന്ന സമയത്ത് ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുത്തു. ഈ ഒരു ഡേ ഇത്ര ടൈം പഠിക്കണം, ഇത്ര ടൈമിൽ ഇനി ഇത്ര കാര്യങ്ങളാണ് ഇത് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കോൺസെപ്റ്റ് മൊത്തം ക്ലിയർ ആവും. അങ്ങനെ നമുക്ക് ഒരു മന്തിലേക്ക് ഓരോ മാസം ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ മാസം കഴിയുന്ന സമയത്ത് തന്നെ ഞാൻ ഓരോ ആഴ്ചയിൽ ആ സബ്ജക്ട്സിന് ഒരു എക്സാം നടത്തും. ഒരു 5 മാർക്കിനോ 10 മാർക്കിനോ ഞാൻ നടത്തുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓട്ടോമാറ്റിക്കലി ആ പഠിച്ച കാലത്ത് എക്സാമിലേക്ക് വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ചെയ്ത കാര്യം, ഒരു ചാപ്റ്ററിനെ 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ആ 3 പാർട്ട് കുട്ടിക്ക് എക്സാം ആയിരുന്നു. അപ്പൊ കുറച്ചേ പഠിക്കാണ്ടാവുള്ളൂ. അപ്പൊ കുട്ടി പഠിക്കും. ഈ പഠിക്കാത്ത കുട്ടികൾക്ക് നമ്മൾ പോയി 2 ചാപ്റ്ററും ഒക്കെപ്പാട് എക്സാം എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്തായാലും പഠിക്കൂല. അപ്പൊ കുട്ടികൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചാപ്റ്റർ ഏറ്റവും വലിയ ട്രിക്കാണ്, ഒരു ചാപ്റ്ററിനെ 3 ഭാഗമാക്കിയിട്ട് എക്സാം നടത്താം. കുറച്ച് ഭാഗം കുട്ടി നല്ല രീതിയിൽ പഠിച്ചു പോകും. അങ്ങനെ ഞാൻ ചെയ്ത് അങ്ങനെ അവന് എക്സാം ഒക്കെ വന്ന് അറൌണ്ട് ഇപ്പൊ പറയാന്നുണ്ടെങ്കിൽ 10th എക്സാം കഴിഞ്ഞ സമയത്ത് അവന് ഏകദേശം 7A+ എബോവ് അവന് മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഓന് കിട്ടാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഓനൊരു മിഡിൽ സ്റ്റുഡന്റാ. ഓരോ പാരന്റ്സ് ഒക്കെ നമ്മ കൈ എന്നിട്ട് സന്തോഷം കൊണ്ട് പറയണ്ട, നമ്മ കൈ എന്നിട്ടും ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല എന്താ അങ്ങനെ ആ ഒരു റെഫറൻസ് കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് പിന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ക്വാളിറ്റി നമ്മൾ കുട്ടിക്ക് കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് പ്ലാനാണ്. കുട്ടിന്റെ ഇഷ്യൂസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കുട്ടിക്കും ആ ഇഷ്യൂസ് ആവില്ല. ചിലർക്ക് പെട്ടെന്ന് പഠിച്ചാൽ മനസ്സിലാവാത്തതായിരിക്കും. പക്ഷെ ആ കുട്ടിന്റെ കേസിൽ പഠിച്ചാൽ പെട്ടെന്ന് ആ കുട്ടിക്ക് മനസ്സിലാവുകയായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് സിസ്റ്റമാറ്റിക് ടൈം ടേബിൾ സെറ്റിംഗ് ഇല്ല. എപ്പൊ എന്ത് പഠിക്കണം അങ്ങനെ. അപ്പൊ ഇനി അടുത്ത കുട്ടികൾ നോക്കുന്ന സമയം ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. ചിലക്കുള്ള പ്രശ്നം വെച്ചാൽ ടൈം ടേബിൾ വെക്കുന്നുണ്ട്, പഠിക്കുന്ന കുട്ടിക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ റീസൺ എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി എഴുതി പഠിക്കുന്നില്ല, ആ കുട്ടി കംപ്ലീറ്റ് വായിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള കുട്ടിക്ക് നമ്മൾ കൊടുക്കേണ്ടത് എഴുതിങ്ങാനുള്ള ട്രെയിനിങ് കൂടി നമ്മൾ കൊടുത്തതിനെ കുട്ടികളെ എഴുതുന്ന എക്സാമുകളിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എഴുതാനുള്ള ടെൻഡൻസി നമുക്ക് ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ചില കുട്ടി വായിക്കുന്നുണ്ട്, ഒന്നും തലയിൽ കയറുന്നില്ല. അത് അടുത്തൊരു കുട്ടിന്റെ ആ പ്രശ്നം എന്താ വെച്ചാൽ ആ കുട്ടി വായിക്കുന്നത് മൗനമായിട്ടാണ്, അല്ലെങ്കിൽ സൗണ്ട് ഇല്ലാതെ വായിക്കുക. അപ്പൊ നമ്മൾ സൗണ്ട് കുറച്ച് നമ്മൾ കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗണ്ടിലായിരിക്കാം നമ്മൾ വായിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ കൈൻഡ് ഓഫ് അപ്പൊ ഞാൻ പറഞ്ഞത് ആ സ്റ്റുഡന്റ് അത്ര A+ കിട്ടി എന്നുള്ള ലെവലിലേക്ക് എത്തിയുള്ള കാരണം ആ കുട്ടിന്റെ ഇഷ്യൂ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് ഇനിയിപ്പോ ഇതേപോലെ നിങ്ങൾക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ടാക്കുക, കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഏത് സമയം അവൈലബിൾ ആയിരിക്കും. ഇതേപോലത്തെ കണ്ടന്റ്സ് ആണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇതിനേക്കാൾ അടിപൊളി വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.